താങ്കൾ എന്തായാലും ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിക്കുന്നില്ല. ഡൽഹിയിൽ വെച്ചങ്ങനെ കാണുമോ നമ്മൾ തമ്മിൽ? തീർച്ചയായിട്ടും. അതിനെന്താ കുഴപ്പം? ഓക്കെ. അപ്പോൾ ഈ താങ്കളിപ്പോൾ പുറത്തൊക്കെ ചില ഉപശാല വൃത്തങ്ങളിൽ കേൾക്കുന്ന ഒരു സ്വകാര്യമുണ്ട്, സാബു എം ജേക്കബ് കേന്ദ്രമന്ത്രിയാകാൻ സാധ്യതയുണ്ട്. അങ്ങ് കേട്ടില്ലല്ലേ? ഇല്ല, എനിക്കതിനെ പറ്റി അറിയില്ല. പലരും അങ്ങനെ ഒരു അവസരം വന്നാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മന്ത്രിയാകണമെങ്കിൽ എനിക്ക് പണ്ടേ ഇതിനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ മനസ്സിലൊരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഇപ്പോഴും ഇപ്പോഴത്തെ ഒരു മാറിയ സാഹചര്യത്തിൽ വന്നാൽ കാര്യം താങ്കളുടെ ഈ പ്രൊഫഷണലിസം ഒക്കെ താങ്കൾക്ക് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ പരീക്ഷിക്കാൻ പറ്റുമല്ലോ. അല്ല, എന്നെ സംബന്ധിച്ച് ഒരുപക്ഷെ മന്ത്രിയായ സാബു ജേക്കബിനേക്കാൾ ശക്തനായിരിക്കും മന്ത്രിയാകാത്ത ഒരു സാബു ജേക്കബ്. കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, നാടിന് വേണ്ടിയിട്ട് എല്ലാ മേഖലകളിലും എനിക്ക് ഇടപെടാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഒരു മന്ത്രിയായി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം അല്ലെങ്കിൽ ഒരു വിഭാഗം മാത്രമായിട്ട് മാറും. അതേസമയത്ത് ഇതൊന്നുമല്ലാത്ത സാബു ജേക്കബ്, ഒരധികാരവും തൊപ്പിയുമില്ലാത്ത സാബു ജേക്കബ് അതിശക്തനായിട്ട് ഈ കേരളത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളാൻ സാധിക്കും. ഇവിടുത്തെ ഈ പറയുന്ന 3.5 കോടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആ സാബു ജേക്കബിനായിരിക്കും സാധിക്കുക എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കേരളത്തിലെ ഒരു ധനമന്ത്രി ആയാലോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു ധനമന്ത്രിയോ മുഖ്യമന്ത്രിയോ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്തവണ NDA എന്നോട് പറഞ്ഞത് കേരളത്തിലെ ഏത് സീറ്റ് വേണമെങ്കിലും താങ്കൾക്ക് തിരഞ്ഞെടുക്കാം, താങ്കൾ മത്സരിക്കണം. PM-ന്റെ ഓഫീസിൽ നിന്ന് നിർദ്ദേശമുണ്ടായിരുന്നു, ഹോം മിനിസ്റ്റർ ഓഫീസ് നിർദ്ദേശമുണ്ടായിരുന്നു. ഞാൻ എന്തിനു ഭയക്കുന്നു? എനിക്ക് ജനങ്ങളെ ഭയക്കേണ്ട കാര്യമില്ല. കാരണം ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ജനങ്ങളെ ഭയക്കാത്ത ഒരാളുണ്ടെങ്കിൽ, കാരണം എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് എനിക്ക് ഒരു നേട്ടവുമില്ല, എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.